ഹായ് വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്ന് ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. 200 ഗ്രാം ചെറിയ ചെറിയ പീസാക്കിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ വിനെഗർ. വിനെഗറിന് പകരം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഓയിൽ, വെളിച്ചെണ്ണയോ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാനിത് കവർ ചെയ്ത് വെക്കുന്നുണ്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതാണ്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തെടുത്തതാണ്. അത് ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനി ഇതും കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ചിക്കൻ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ക്യാരറ്റോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി ഇത് ബ്രെഡ് എടുത്തിട്ടുണ്ട്, മുസറല ചീസും കൂടി എടുത്തിട്ടുണ്ട്. ഇതൊരു ടോസ്റ്ററിൽ വെച്ചാണ് ഞാൻ ഈ സാൻഡ്വിച്ച് തയ്യാറാക്കുന്നത്. ടോസ്റ്റർ ഓൺ ആക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ പീസ് വെച്ച് കൊടുക്കാം. ഞാൻ ചിക്കൻ റോള് ചെയ്യുന്ന റെസിപ്പി ചെയ്തിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിലും ചിക്കൻ മസാല ആക്കിയെടുക്കാം. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ മുസറല ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. മുസറല ചീസോ സ്ലൈസ്ഡ് ചീസോ വെച്ച് കൊടുക്കാം. ചീസ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലും ഒരു ബ്രെഡ് കൂടി വെച്ച് കൊടുക്കണം. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഇനി 2 മിനിറ്റ് കഴിഞ്ഞ് ഇത് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് ബ്രെഡ് വെച്ചിട്ടുള്ള സാൻഡ്വിച്ചാണ്. ഇനി പപ്സിൻ്റെ ഷീറ്റ് വെച്ചിട്ടും സാൻഡ്വിച്ച് തയ്യാറാക്കിയെടുക്കാം. ഇനി 2 പപ്സിൻ്റെ ഷീറ്റ് വെച്ച് കൊടുക്കാം. അതിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഞാൻ ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് കൂടി വെച്ച് കൊടുക്കണം. ഇനി ഇത് അടച്ചു കൊടുക്കാം. ഇത് 4 മിനിറ്റ് എടുക്കും പപ്സിൻ്റെ ഷീറ്റ് കുക്കായി കിട്ടാനായിട്ട്. 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പം ചിക്കൻ സാൻഡ്വിച്ച് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.